എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉലുവ കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതിന് ഒട്ടും കയ്പൊന്നും തോന്നുന്നില്ല, നല്ല ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അത് നന്നായി കഴുകി ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. ഉലുവ നന്നായി സോക്കായിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാൻ ഉലുവ സോക്ക് ചെയ്ത വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാനിത് വേകാൻ വേണ്ടിയിട്ട് 6 വിസിലായിരുന്നു എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു 200 ഗ്രാം വെല്ലം എടുത്തു. ഇത് പാവ് കാച്ചി വെക്കണം. പിന്നെ ആവശ്യമുള്ളത് 1 മുറി തേങ്ങയാണ്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. നമുക്ക് ഉലുവ വെന്തോ എന്ന് നോക്കാം. ഞാനൊരു 6 വിസിൽ എടുത്തപ്പം കുറച്ചുകൂടെ വേകാനുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 വിസിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഉലുവ വേവിച്ചത് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. ഉലുവ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്ത ഉലുവ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പാവ് കാച്ചി വെച്ചിരിക്കുന്ന വെല്ലം ചേർക്കാം. ഈ ഉലുവ പേസ്റ്റ് വെല്ലം പാവുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ആവാൻ കുറച്ച് നേരം എടുക്കും. എളുപ്പം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനതിനെ മിക്സിയിലെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം അത് മിക്സായി കിട്ടും. ഇപ്പം നോക്ക്, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതൊരു പ്രാവശ്യം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടത്. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതൊന്ന് തിളച്ച് കുറുകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യണം. പിന്നെ ഇനി തിളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒട്ടും കയ്പൊന്നും തോന്നില്ല. കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.